ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഉലുവ മധുരക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ്. കർക്കിടക മാസത്തിൽ എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കഞ്ഞിയാണ് ഉലുവ കഞ്ഞി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഉലുവക്കഞ്ഞി റെഡിയാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് ഉലുവ വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട്. നമുക്കൊരു 5 മണിക്കൂറോളം ഉലുവ ഒന്ന് കുതിർത്തെടുക്കാം. എങ്കിലേ നല്ല സോഫ്റ്റായിട്ട് വേവിക്കുമ്പോൾ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ 2 കപ്പ് ഉലുവയ്ക്ക് 2 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഞാൻ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. 5 മണിക്കൂർ കഴിഞ്ഞ് ഉലുവ നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ഉലുവയാണ്. ഈ ഉലുവ ചില്ലറക്കാരനല്ല കേട്ടോ, ശരീരത്തിൽ വേദനകളെല്ലാം മാറാനായിട്ട് ബെസ്റ്റായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് ഉലുവ. കർക്കിടക മാസത്തിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് കഴിക്കുകയാണെങ്കിൽ തന്നെ 7 ദിവസം തുടർച്ചയായിട്ട് കുടിക്കണം കേട്ടോ, എങ്കിലേ നമുക്കിതിൻ്റെ മുഴുവൻ ഗുണവും ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഉലുവ മധുരക്കഞ്ഞിക്ക് വേണ്ടിയിട്ട് ശർക്കരയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ ശർക്കര, ഒരു കട്ട ശർക്കര ഞാൻ ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കരയാണ്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള തേങ്ങ ഞാൻ ചിരകി തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റുമാണ് നമുക്ക് വേണ്ടത് ഉലുവക്കഞ്ഞി റെഡിയാക്കാനായിട്ട്. ഇപ്പോൾ മധുര ഉലുവക്കഞ്ഞി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കാവുന്നതാണ്. ശർക്കരയാണ് കുറച്ചുകൂടി ഉത്തമം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര ഉരുക്കിയതിൻ്റെയും ഉലുവയുടെയും ചൂട് നന്നായി ആറിയതിന് ശേഷം മാത്രമേ നമുക്കിത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉലുവ കല്ല് പോലെ ആയി പോകും. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഉലുവയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉലുവ മധുരക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് റെഡിയാക്കി കുടിക്കുകയാണെങ്കിൽ തന്നെ 7 ദിവസം തുടർച്ചയായിട്ട് കുടിക്കണം, എങ്കിലേ ഇതിൻ്റെ മുഴുവൻ ഗുണവും നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കർക്കിടക മാസം തീരുന്നതിന് മുമ്പ് തന്നെ ഇത് കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്